So next we are going to move to the grammar part of this lesson, page 102. Okay, so here we are going to study what words that talk about time. Words that talk about time. Words that talk about time. So here you can see in there two sentences. The word dark clouds in the evening. We will dance from morning to evening. Okay, here the words in color are words to talk about color. Talk about the time. Which are the words? Yes, in, yes, from and to. Okay, so here listen the words in and for. Yes, next one, till, on, from, to, till, on, from, to, and also at. These are all, and also one more thing, when also. So in, for, till, on, from, to, at, when. These words tells us when something happened. Okay, when something happened. Okay, listen. These words in, for, till, on, from, to, and at. These words tells us when something happened. ഒരു കാര്യം എപ്പോഴാണ് നടക്കുന്നത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയ വേർഡ്സുകളാണ് എന്ത്? in, for, till, on, from, to, and at. Here some examples are there. ആ എക്സാമ്പിളിലൂടെ നമുക്കത് പഠിക്കാം. Okay, complete this sentence with the correct words in the box. Listen. So I will go home from school at 3 p.m. At 3 p.m. Okay, here I will go I will go home from school at 3 p.m. ഇനി നമ്മൾ ഈ at എന്നുള്ള വേർഡ് അല്ലേ, at എന്നുള്ള വേർഡ് എപ്പോഴൊക്കെ ഉപയോഗിക്കാന്നറിയോ? at എപ്പോഴൊക്കെയാണ്? വി ആർ സേയിങ് അബൌട്ട് ദ സ്പെസിഫിക് ടൈം അല്ലേ. നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത് അറ്റ് 10 o'clock ആണ്, ക്ലാസ് അവസാനിക്കുന്നത് അറ്റ് 4 o'clock ആണ് അല്ലേ. സ്പെസിഫിക് ടൈം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ഉപയോഗിക്കും. അറ്റ് 7 p.m. at 7 p.m. at 4 o'clock like that, at 9 a.m. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണ്? അറ്റാണ് ഉപയോഗിക്കുക അല്ലേ. പിന്നെ അറ്റ് നൈറ്റ് എന്ന് പറയും, അറ്റ് നൂൺ. നൈറ്റിൻ്റെ അതൊക്കെ നൂണിൻ്റെ ഒക്കെ കൂടെ എന്താണ്? അറ്റ് നൈറ്റ്. ഓക്കെ, അറ്റ് നൂൺ അങ്ങനെ പറയും. പിന്നെ വേറൊരു സമയത്തുള്ള പറയും ലഞ്ച് ടൈം, മീൽ ടൈം നമ്മൾ പറയും അല്ലേ. മീൽ ടൈം ഏതൊക്കെയാണ്? ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ പറയും. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യും? അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അറ്റ് ലഞ്ച് ടൈം, അറ്റ് ഡിന്നർ ടൈം, അങ്ങനെ നമ്മൾ അറ്റ് ചേർക്കും. ഓക്കെ, സോ ഹിയർ ദ ഫസ്റ്റ് ഒന്നാമത്തെ എക്സാമ്പിളിൽ ഐ വിൽ ഗോ ഹോം ഫ്രം സ്കൂൾ എപ്പോഴാണെന്നുള്ളതാണ് അല്ലേ, അറ്റ് 3 p.m. അപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റിൻ്റെ ഒരു യൂസേജ് ആണ് എപ്പോഴാണെന്നുള്ളത്. സ്പെസിഫിക് ടൈം, ഒരു ടൈം പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ് ചേർക്കണം. ദെൻ നെക്സ്റ്റ് ലിസൺ. വി വിയർ വൂളൻ ക്ലോത്ത്സ് ഡാഷ് വിന്റർ. ഡാഷ് വിന്റർ. വാട്ട് ഈസ് ദ ആൻസർ? ഇന്നാണ് നമ്മൾ. ഓക്കെ, അവിടെ ചേർക്കുന്ന വേർഡ് ഇന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇന്ന് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിന്റർ എന്നാണ്. ഈ വിന്റർ എന്ന് പറയുന്നത് മന്ത്സിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്നാണ് ചേർക്കുക. എന്തിനും? മന്ത്സ്. ഓക്കെ, മന്ത്സിൻ്റെ മുമ്പിൽ നമ്മൾ ഇൻ ജനുവരി, ഇൻ ഫെബ്രുവരി, ഓക്കെ, ഇൻ മാർച്ച്, ഇൻ ഏപ്രിൽ, അങ്ങനെ മന്ത്സിൻ്റെ മുമ്പിൽ നമ്മൾ ചേർക്കുന്ന വേർഡാണ് എന്ത്? ഇന്ന്. ഓക്കെ,
ഇനി ഒരു കാര്യം സംതിങ് ഹാപ്പൻ, ഒരു കാര്യം ആ സമയത്ത് നടന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഈ അപ്പോൾ നമ്മളെ എക്സാം കുറച്ച് മുന്നേ നടന്നു, ഏത് മാസമാണോ, അപ്പോൾ ഇൻ അവർ എക്സാം ഫിനിഷ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻ വെച്ചിട്ട് ഏത് മാസമാണോ എന്ന് പറയുന്നതിന് നമ്മൾ ഇൻ വെച്ചിട്ട് പറയും. അതുപോലെ വേറൊന്ന് പറയുന്നതാണ്, ഇവിടെ നമുക്ക് നോക്കി നമ്മുടെ ക്വസ്റ്റ്യനിൽ വിന്റർ ആണ്. ഈ വിന്റർ എന്ന് പറയുന്നത് ഒരു സീസൺ ആണ്. ഓക്കെ, വിന്റർ എന്ന് പറയുന്നത് സീസൺ ആണ്. സോ ബിഫോർ ദിസ് സീസൺസ് വി യൂസ്ഡ് വാട്ട് ഇൻ. സീസൺസിന്റെ മുമ്പിൽ എന്ത് പറയും? സീസൺസിന്റെ മുമ്പിൽ ഓക്കെ, സീസൺസിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചേർക്കും? ഇൻ ചേർക്കും. ഇൻ. പിന്നെ അതുപോലെ ഇയേഴ്സ്, നമ്മുടെ എന്നാ ബർത്ത്ഡേ എന്നാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 2011 2015 എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഇത് പറയുകയാണെങ്കിൽ, ഇയർ പറയുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? ഇയർ പറയുകയാണെങ്കിലും നമ്മൾ അതിന് മുമ്പിൽ ഇൻ 2020, ഇൻ 2020 എന്തെങ്കിലും ഒരു കാര്യം നടന്നു എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അത് പറയാനും അതിന് മുമ്പിലും നമ്മൾ ചേർക്കുന്നത് ഇൻ ആണ്, ഇൻ. ഓക്കെ, ദെൻ ആൾസോ ടൈം ഓഫ് ദ ഡേ. ടൈം ഓഫ് ദ ഡേ എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ നമുക്ക് ക്ലാസ് തുടങ്ങി. എപ്പോഴാണ് ക്ലാസ് തുടങ്ങിയത്? ഇൻ ദ മോർണിംഗ്. എന്താ പറയാ? ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ഈവനിങ്. ഓക്കെ, സോ ടൈം ഓഫ് ദ ഡേ ഇൻ ദ മോർണിംഗ് പറയാനും അതുപോലെ ഇൻ ദ ഈവനിങ് പറയാനും, ഈവനിങ് ഒക്കെ പറയാനും, ഈവനിങ്ങിൽ നടന്ന കാര്യങ്ങളാണെങ്കിൽ ഇൻ ദ, അതുപോലെ മോർണിംഗിൽ കടന്ന കാര്യങ്ങളാണെങ്കിൽ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്. അങ്ങനെയാണ് ഇന്ന് യൂസ് ചെയ്യുക. സോ ഹിയർ ഇവിടെ ഈ ഇൻ സെക്കൻഡ് വണ്ണിൽ ഇൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തത്? ബിക്കോസ് it is a winter is a season, that is why we use in there. Next lesson, Nabin was born dash 10 December 2006. Okay, Nabin was born dash 10 December 2006. What is that answer? Yes, that the answer is on. On. എന്താണ്? ഓൺ എന്നുള്ളതാണ് അതിന്റെ ആൻസർ. എന്തുകൊണ്ടാണ് ഓൺ എന്ന് വരുന്നത്? അവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൺ 10th December 26 അല്ലേ, അവിടെ ഒരു ഡേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് പറയാം, ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ അതിനു മുമ്പിൽ എന്ത് നമ്മൾ ചേർക്കും? ഓൺ ചേർക്കണം. അണ്ടർസ്റ്റാൻഡ്? ഓൺ 10th December 2060, ഓൺ 11th January 2020. അങ്ങനെ നമ്മൾ ഡേറ്റ്സ് പറയുകയാണെങ്കിലും എന്താ യൂസ് ചെയ്യുക? ബിഫോർ വി യൂസ് ഓൺ. ഓക്കെ, അതുപോലെ ഓൺ മൺഡേ, ഡേയ്സ് ഓഫ് വീക്ക്. ഓക്കെ, ഡേയ്സ് ഓഫ് വീക്ക്. ലിസൺ, ഡേയ്സ് ഓഫ് വീക്ക്. അവർ ഇംഗ്ലീഷ് വർക്ക് ഷീറ്റ് ഈസ് നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ. അപ്പോൾ നമ്മൾ പറയാണ് ഓൺ ട്യൂസ്ഡേ. അവർ ഇംഗ്ലീഷ് വർക്ക് ഷീറ്റ് ഇസ് ഓൺ ട്യൂസ്ഡേ. ഓക്കെ, അങ്ങനെ ഡേറ്റ്സ് ഓഫ് വീക്സ്, നമ്മളൊരു ഡേയ്സ് ഓഫ് വീക്ക് ഏതൊക്കെയാണ്? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അല്ലേ, ഫ്രൈഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ ഇതെല്ലാം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് നമ്മൾ ഈ വേർഡാണ് യൂസ് ചെയ്യുക. ഏതാണ്? ഓൺ. ഓക്കെ, അപ്പോൾ ഡേറ്റിന് മുമ്പിലും അതുപോലെ വീക്സ്, ഡേയ്സ് ഓഫ് വീക്സിന് മുമ്പിലും ഓൺ ആണ് യൂസ് ചെയ്യുക. അതുപോലെ വൺ മോർ തിങ്, സ്പെഷ്യൽ ഡേയ്സ് അല്ലേ. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഡേയ്സ്? ഓണം, ദിവാലി, ബക്രീദ്, ഓക്കെ, ഹോളി, വേറെ ഏതൊക്കെയാ? നീ ബർത്ത്ഡേ അല്ലേ. അതൊക്കെ പറയുകയാണെങ്കിൽ ഓൺ പറയും. എങ്ങനെയാണ് പറയാ? ഓൺ, ഓണം, ഓൺ. സ്പെഷ്യൽ ഡേയ്സ് പറയുമ്പോൾ നമ്മൾ അതിന് മുമ്പിലും നമ്മൾ ഓൺ ചേർക്കണം. ഓൺ, ദിവാലി. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഡേയ്സ്. ഓക്കെ, സ്പെഷ്യൽ ഡേയ്സ്. ദെൻ സോ ഫോർ എക്സാമ്പിൾ ഓൺ ദിവാലി, ലൈക്ക് ദാറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഓൺ. ഫസ്റ്റ് അറ്റ് യൂസ് ചെയ്യും, അറ്റിൻ്റെ യൂസേജ് പറഞ്ഞു, ഇൻ പറഞ്ഞു, അതുപോലെ ഓൺ പറഞ്ഞു അല്ലേ. ഇനി നോക്കിയേ, ഹിയർ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഐ വെയിറ്റഡ് ഫോർ യു ഡാഷ് ദ ബെൽ റാങ്. ഞാൻ എന്നെ വെയിറ്റ് ചെയ്തു. ഏതുവരെയാണ്? അപ്പോൾ ആ ഒരു സമയം വരെ എന്ന് നമ്മൾ പറയും അല്ലേ. അതുവരെ ഞാൻ അവിടെ നിൽക്കായിരുന്നു, അല്ലെങ്കിൽ അതുവരെ ഞാൻ അത് ചെയ്യായിരുന്നു അല്ലേ. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കായിരുന്നു. ഈ വൈകുന്നേരം ഇപ്പോൾ ഒരു സമയം വെച്ചിട്ട് ഇത്ര സമയം വരെ ഞാൻ പഠിക്കായിരുന്നു.
അപ്പോൾ നമ്മൾ ഏതാണ് till, which word? till, അതുവരെ എന്നുള്ളത് ഉപയോഗിക്കുന്ന ഒരു വാർഡാണ് till. So I waited for you till the bell rang. ഏതുവരെയാണ്? till the bell rang. ആ ബെൽ അടിക്കുന്നത് വരെ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അവിടെ വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ till എന്നുള്ള വേർഡും എന്താണ്? say tells us when something happened. Then next, I have dance class dash 2 p.m. dash 4 p.m. So you know that is the answer is from to. അല്ലേ? ഒരു സമയത്ത് തുടങ്ങി പിന്നെ എപ്പോഴാണ് അവസാനിച്ചതെന്നും കൂടെ പറയുമ്പോൾ നമ്മൾ from എപ്പോഴാണ് തുടങ്ങിയത്? from 2 p.m. to എത്ര സമയം വരെ? to 4 p.m. ഓക്കെ, അപ്പോൾ ആ ഫ്രം ടു നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ രാവിലെ ക്ലാസ് തുടങ്ങി ഫ്രം 9 o'clock, from 9 p.m. class starts from 9 p.m. and ends to 4 p.m. അങ്ങനെ നമ്മൾ പറയാം. അതുപോലെ ഒരു സമയത്ത് തുടങ്ങിയിട്ട് മറ്റൊരു സമയം അവസാനിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് വി യൂസ് ഫ്രം ദ ആൻഡ് ടു. ദെൻ നെക്സ്റ്റ് വൺ യു വാണ്ട് ടു സേ ടിക്ക് ദ കറക്റ്റ് വേർഡ്സ് ഇൻ ഈച്ച് സെൻറ്റൻസ് ലൈക്ക് ദിസ്. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയാനാണ്. അത് ടിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസർ മാത്രം ഒന്ന് പറയാം എന്താണെന്ന്. നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. ഇനി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോക്കുക കേട്ടോ. സോ വാട്ട് ഈസ് ദ ആൻസർ? ഫസ്റ്റ് വൺ ഇസ് ദയർ അറ്റ് ആൻഡ് ഇൻ. സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ ആൻസർ? സെക്കൻഡ് വൺ is also at. Okay, second one at. Okay, at Sunday എന്നാണ്. സോറി, at 3:30 ആണ് അല്ലേ? സമയമാണ് കൊടുക്കുന്നത്. സോ at. then 3:30 അല്ല കേട്ടോ, സോറി. സെക്കൻഡ് വൺ 9 o'clock ആണ്. അപ്പോൾ സോറി, at തന്നെയാണ്. ഓക്കെ, at. ഇനി തേർഡ് വൺ അറ്റും ഓണും ആണ് അല്ലേ? at 8:30 and on Sunday. Okay, then fourth one, yes, get up. ഒരു ടൈമാണ്, സ്പെസിഫിക് ടൈമാണ് പറയുന്നത്, ഏത് മുതൽ ഏതുവരെയാണ്. സോ ഫ്രം 10 o'clock to 11 o'clock. Then fifth one what? Yes, in 7 o'clock. Okay, sorry, at 7 o'clock. Okay, so this is saying about the time at 7 o'clock. Then so this is all about what? Okay, words that talks about time. So study this, and also in your workbook listen page number 70 also some questions are there. Okay, this type of question, complete this sentence with the correct words from the box. From, in, at, to, on, these all the words are given there. So you want to choose the correct option. So the answer this is very simple. Okay, first one, first 4 question I will read. The other you want to നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഞാൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ചെക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ വാസ് ബോൺ. നമ്മൾ എന്താണ് മന്താണ് പറയുന്നത്? ഇൻ 4 May 2009. That's the answer. Okay, first one I am going to read first again. I was born 4 May 2009. So here from, in, at, to, on is there. So the answer is on. Then Divya went to her friend's house eprana at 10 o'clock in the morning. Then we study dash to dash 9 o'clock dash 12 o'clock dash Saturday and Sunday. That's why listen, ഇവിടെ ഏത് മുതലാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഫ്രം യൂസ് ചെയ്യും. ഫ്രം 9 o'clock, പിന്നെ ഏത് വരെയാണെന്ന്. അപ്പം ടു 12 o'clock, പിന്നെ ഓൺ സൺഡേ ആൻഡ് സാറ്റർഡേ. നമ്മൾ പഠിച്ചു ഓൺ എന്തിനു മുമ്പിലാണ്? ഡേയ്സ് ഓഫ് വീക്കിന് മുന്നിൽ ഓണാണ് ചേർക്കാന്നുള്ളത്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, then next
Next one, vocabulary. So here page number 103. Some words are there. Shake your head. Shake your head. അത് പറയുന്നത് ടു സേ നോ എന്ന് അല്ലേ. ഷെയ്ക്ക് ഇങ്ങനെ കാട്ടിയ ഇല്ല എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഷെയ്ക്ക് യുവർ ഹെഡ് ആൻഡ് നോഡ് യുവർ ഹെഡ് നമ്മളിങ്ങനെ കാട്ടും അല്ലേ. നോഡ് യുവർ ഹെഡ് മീൻസ് സേസ് യെസ്. യെസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ലീപ് ടുവാർഡ്സ് മീൻസ് ടു ടേക്ക് എ ബിഗ് ജംപ് എഹെഡ് അല്ലേ. നല്ല ഒരു ചാട്ടം അല്ലേ, അതിനാണ് എന്താ പറയുക, ലീപ് ടുവാർഡ്സ്. കുതിച്ച് ചാട്ടിനാണ് ലീപ് ടുവാർഡ്സ് എന്ന് പറയുക. അതുപോലെ ഹോപ്പ് ടുവാർഡ്സ് എന്ന് പറഞ്ഞാൽ ടു ടേക്ക് മെനി സ്മോൾ ജംപ്. ഇത് നല്ല കുതിച്ച് നല്ല ഹൈ ആയിട്ടുള്ള ജമ്പിങ് അല്ല, സ്മോൾ ജംപ്സ്. സോ you want to do what is complete this sentence using the correct form of words nod, shake, hope and leap. Are these type of words? Sentences are there. നമ്മൾ അത് നോക്കിയിട്ട് അവർ പറയുന്നത് നോഡിങ് ആണോ, ഷൂക്കിംഗ് ആണോ, ഷൂക്ക് ആണോ, അതുപോലെ ലീപ്പ് ആണോ എന്നൊക്കെ നമ്മൾ അത് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ ആൻസർ പറയണം. സോ ഫസ്റ്റ് ആൻസർ, സയാൻ dash his head and said that he was still drawing the picture. അതിൻ്റെ എന്താണ്? സയാൻ യെസ് shook his head അല്ലേ. ഇപ്പോഴും എന്ത് ചെയ്യാണ്? ഷൂക്ക്. he was still drawing the picture എന്നാ പറഞ്ഞത് അല്ലേ. അപ്പോൾ that is shook. Then yes I want some chocolate. നിതിൻ എന്താ പറഞ്ഞത്? ചോക്ലേറ്റ് വേണമെന്ന് പറയാൻ എന്താ പറയല്? നിങ്ങൾക്ക് ചോക്ലേറ്റ് വരുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഏതാണ് ആൻസർ പറഞ്ഞേ? യെസ് nodding his head അല്ലേ. nodding his head. Then the next one, nodding his head ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് the leopard dash at the deer and killed it. leopard പതുക്കെ എന്താ നമുക്ക് തന്നിരിക്കുന്ന വേർഡിൽ അതിന് പറ്റിയ വേർഡ് ഒരു ഹോപ്പും ലീപ്പും ആണ്. leopard ഹോപ്പാണോ ചെയ്യുക? അല്ല. അപ്പോൾ എന്താണ് ആൻസർ? leaped. എന്താണ്? leaped. okay, the leopard leaped at the deer and killed it. okay, then next one, Zainab did not want any more cake. സൈനബിന് ഇനി എന്ത് വേണ്ട? കേക്ക് വേണ്ട. അപ്പോൾ അവൾ കേക്ക് വേണ്ട എന്നെങ്ങനെ പറയാ? യെസ് അല്ലേ, ഇങ്ങനെ കാണിക്കണം. അപ്പോൾ അതിനുള്ള വേർഡ് എന്താണ്? ഷെയ്ക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷൂക്ക് എന്ന് എഴുതണം ഇതിൻ്റെ പാസ്റ്റ് അല്ലേ. ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, ഷൂക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി അല്ലേ. അപ്പോൾ ഷൂക്ക് ഹിസ് ഹെഡ്, ഷൂക്ക് ഹെർ ഹെഡ്. Then Srinivas dashed onto the rickshaw at the traffic light. Srinivas dashed onto the rickshaw at the traffic light. എന്താ ചെയ്യല്? പതുക്കെ ചടിച്ച് പോയി അല്ലേ. അപ്പോൾ എന്താണ്? that words for that small jumps, that is hopped. So correct answer is hopped. Same like that in your workbooks, page number 72. There is also one question. Complete this sentence with a shook, nodded, hopped or leaped. ഇത്രയും വേർഡ്സ് ഉപയോഗിച്ചിട്ട് ആ സെന്റൻസ് ഫിനിഷ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ദ 8 questions are there. Now I am going to say the answer only. You just listen, it is correct or not. Okay, so first question you read, and the first answer of that vocabulary part is shook. First answer shook, second one hopped, third one nodded, then fourth one leaped, fifth one shook, sixth one leaped, and seventh one nodded, and the last 8th one hopped. Okay, so read and write these things. എഴുതാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇതിൻ്റെ എല്ലാം ആൻസേഴ്സ് ഉണ്ട്. എഴുതിയവർ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് അവർ 11th ചാപ്റ്റർ. നമ്മളിപ്പോൾ ഏതൊക്കെ ഡിസ്കസ് ചെയ്തു? ഓക്കെ, ക്ലോക്ക് ഫോർ സാല 9, 10, 11, പിന്നെ നമ്മുടെ പോയം പ്രകാശ് ദ പീകോക്ക്. ദീസ് ഓൾ ദ ചാപ്റ്റേഴ്സ് ഫോർ യുവർ ആനുവൽ എക്സാം. സോ സ്റ്റഡി ദീസ് ഓൾ ദ തിങ്സ് അല്ലേ. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? പഠിക്കുക, തന്ന ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുക. അതുപോലെ ഇതിലൊക്കെ തന്നിട്ടുണ്ട് നമ്മുടെ വേർഡ് മീനിങ്സ്
അല്ലേ? നമ്മളെ ഓരോ പേജിൻ്റെയും താഴെയായിട്ട് ആ വേർഡ് മീനിങ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞു ട്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാളിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലേ? അങ്ങനെ ഓരോ വേർഡ്സ് മീനിങ് ഉണ്ട്, ഡിഫിക്കൾട്ട് വേർഡ് ഉണ്ട്. സോ യു വാണ്ട് ടു സ്റ്റഡി ദിസ് ഓൾ ദ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് സ്പെല്ലിംഗ് ആൻഡ് ഇറ്റ്സ് മീനിങ് ആൻഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആൻഡ് ഓൾസോ ദ ഗ്രാമർ പാർട്ട്. ഓക്കെ, ഇൻ വർക്ക് ബുക്കിലെയും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെയും, വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കേണ്ട, ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ കറക്റ്റായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ഓൾ ദ ബെസ്റ്റ്.